നമസ്കാരം. നമ്മുടെ ചലച്ചിത്ര ഗാനശാഖ അതിനൊരു വഴിയുണ്ടായിരുന്നു, സമ്പ്രദായം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സാമ്പ്രദായികമായിട്ടുള്ള അവസ്ഥ അതിനെ വേണ്ടുന്ന രീതിയിൽ മാനിച്ചുകൊണ്ടാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വലിയ രൂപത്തിൽ തെന്നി മാറിക്കൊണ്ട് പുതിയ ലോകം വെട്ടിപ്പിടിച്ച ആളാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള ആർ കെ ശേഖരൻ്റെ മകൻ ശ്രീ AR റഹ്മാൻ ചെയ്തു വച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു. ദിലീപ്. ഞാൻ മദ്രാസിലുള്ള സമയത്ത് അന്ന് ദിലീപ് ഇന്നത്തെ രൂപം തന്നെ ആ വീടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ റീ റെക്കോർഡിങ്ങിന് പങ്കെടുക്കുന്ന ഒരു ഗിറ്റാറിസ്റ്റായിരുന്നു. ഒരിക്കൽ റീ റെക്കോർഡിങ്ങിന് പങ്കെടുത്തു കഴിഞ്ഞാൽ 180 രൂപ കിട്ടും. പലപ്പോഴും 100 രൂപ അവസാനിപ്പിക്കും ആർ കെ ശേഖർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ, ആരൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെ ചെറിയൊരു ബന്ധം. അതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ ആ വഴിക്ക് പോകുമ്പോൾ ഇതാണ് ആർ കെ ശേഖറിൻ്റെ വീടെന്ന് പറഞ്ഞു. ഒരു വെച്ച് കെട്ടി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തൊരു വീടായിട്ട് അന്ന് കണ്ടത് എനിക്ക് നല്ല ഓർമ്മയില്ല കാര്യങ്ങൾ. ഏതായാലും ദിലീപിൽ നിന്നിപ്പോൾ അദ്ദേഹം റഹ്മാനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ദിലീപിനെ അറിയില്ല. ഇപ്പം എല്ലാവരും റഹ്മാൻ എന്ന് പറഞ്ഞാലും അറിയില്ല, റഹ്മാൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അതേ ലോകപ്രശസ്ത മ്യൂസീഷ്യനായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ സംഗീത, പ്രത്യേകിച്ചും സിനിമാ സംഗീത ഭൂമികയിൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞു പിടിക്കേണ്ടി വരും. ഇല്ല എന്ന് ഞാൻ പറയാൻ തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം, വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സവിശേഷങ്ങൾ ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരുപാട് കോടിക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ദിലീപ് എന്ന ചെറുപ്പക്കാരനിൽ നിന്നും AR റഹ്മാനിലേക്കുള്ള മാറ്റം, അഥവാ ദിലീപ് എന്ന ഹിന്ദു പയ്യനിൽ നിന്നും AR റഹ്മാൻ എന്ന മുസ്ലിം സംഗീതജ്ഞനിലേക്കുള്ള ഒരു മാറ്റം, അത് വലിയ ചർച്ചയ്ക്ക് വിഷയമായതൊരു കാര്യമാണത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റാൻ റഹ്മാൻ ശ്രദ്ധിച്ചില്ല. അതിനെ മ്യൂസിക്കിൽ ശ്രദ്ധിച്ചു. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് ദിലീപ് എന്നുള്ള പേര് മാറ്റി റഹ്മാൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് അന്ന് 20 വയസ്സ് മാത്രമാണ് പ്രായം. 20-22 വയസ്സ് മാത്രമാണ് പ്രായം. ആയതുകൊണ്ട് തന്നെ ആ ഒരു മതം മാറ്റത്തെ വലിയ രൂപത്തിൽ, മാത്രമല്ല ഇന്നൊക്കെയാണെങ്കിൽ അത് വലിയ സംഭവമായിട്ട് മാറും, സംഭവമാക്കി മാറ്റും. അതൊന്നും ഉണ്ടായില്ല. പലപ്പോഴും അദ്ദേഹം എന്തിനാണ് താൻ മതം മാറിയത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും പല വേദികളിലും പല സുഹൃത്ത് സംഗമങ്ങളിലും വെച്ച് അദ്ദേഹം ചെറിയ രൂപത്തിലേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ കെ ശേഖറിൻ്റെ കാര്യം, അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ്. പക്ഷേ മ്യൂസിക് കൊണ്ട്, സംഗീതം കൊണ്ട് ഇന്നത്തെ പോലെയല്ല അന്ന് വലിയ ഡെഡിക്കേഷനാണ്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അലച്ചിൽ അതെല്ലാം വെച്ച് അദ്ദേഹം ക്യാൻസർ ബാധിതനായി മാറി. അവസാനം അസുഖം ബാധിതരായി മാറി അദ്ദേഹം. AR റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖർ കേരളീയനാണ്, എറണാകുളത്തുകാരനാണ്. അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് റഹ്മാൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ ആയകൂടിയുള്ള വരുമാനം അദ്ദേഹത്തിനായിരുന്നു. വലിയ രൂപത്തിൽ താഴോട്ട് പോയി. ആ ഒരു കാലഘട്ടത്തിലാണ് റഹ്മാനും കുടുംബവും വാസ്തവത്തിൽ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിലെ സൂഫിസത്തെക്കുറിച്ചൊക്കെ അറിയുന്നതും
അതിലാകൃഷ്ടരാകുന്നത്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന റഹ്മാൻ്റെ പിതാവ് അന്നാണെങ്കിൽ ക്യാൻസർ ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംഗീതത്തിൽ നിന്നുള്ള വരുമാനം നിലച്ചുപോയി. വലിയ രോഗം ബാധിച്ചതുകൊണ്ട് അതിലേക്കുള്ള ചെലവ് കൂടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ അറ്റമല ബുദ്ധിമുട്ടിക്കാൻ ദിലീപിൻ്റെ കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ സമയത്ത് തിരിഞ്ഞു നോക്കേണ്ടുന്ന പല ആൾക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിലരൊക്കെ അല്പാൽപ്പ സഹായങ്ങൾ കൊടുത്തിരുന്നു. ആ സമയത്ത് എല്ലാം മറന്നുകൊണ്ട് അച്ഛനെ ശുശ്രൂഷിച്ചത് ഒരു സൂഫി വര്യനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിച്ചു. ആർ കെ ശേഖർ മരിച്ചു. അതോടുകൂടി ആ സൂഫി സന്യാസി, സൂഫി വര്യൻ അദ്ദേഹം എവിടേക്ക് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് 7 വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് വീണ്ടും അദ്ദേഹത്തെ കാണുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്, സൗഹൃദത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അതിന് കാരണമായത്. അതാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് വരും വരായികളെക്കുറിച്ച് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഉറച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞതുകൊണ്ട് നഷ്ടങ്ങൾ വരുന്ന സമയത്ത് വലിയ രൂപത്തിൽ താഴോട്ട് പതിക്കുന്നൊരവസ്ഥയോ നേട്ടങ്ങൾ വരുന്ന സമയത്ത് ആകാശം മുട്ടെ തുള്ളിച്ചാടുന്ന അവസ്ഥയോ ഇല്ലാതായി മാറി. ഇതെല്ലാം ആ പരമദൈവദത്തിൻ്റെ ആ വലിയ തന്ത്രജ്ഞൻ്റെ കളികൾ മാത്രമാണെന്ന് മനസ്സിലായി. ആയതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിന് അതിൽ വരുന്ന അല്പാൽപ്പ ദുഃഖങ്ങൾ സ്വയം പെരുപ്പിച്ച് കാണിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. ദുഃഖത്തിനും അദ്ദേഹം സുഖം കാണാൻ ശ്രമിച്ചു. ദുഃഖം വരും ഒരു നാൾ, എൻ്റെ അപ്പുറത്ത് ഇരുട്ടിനപ്പുറം വെളിച്ചമുള്ളതുപോലെ, ഒരു രാത്രിക്കൊരു പകലുള്ളതുപോലെ അത് ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. 2000 കരൺ താപ്പറുമായിട്ടുള്ള അഭിമുഖത്തിനാണ് റഹ്മാൻ ഈ കാര്യം ആദ്യം തുറന്നു പറയുന്നത്. തൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് AR റഹ്മാൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക് അങ്ങനെ ഒരു പുസ്തകത്തിലും അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിലും ഈ കാര്യം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ ഹിന്ദു വിശ്വാസിയായിരുന്നു. എല്ലാ മതങ്ങളുടെയും ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നു. ഹിന്ദു മത ദേവതകളുടെ മാത്രമല്ല, എല്ലാ മതങ്ങളായിട്ട് ദ്യോതിപ്പിക്കുന്ന രീതിയിലുള്ള അത് വീട്ടിലുണ്ടായിരുന്നു. മേരി മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, മക്കയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, മദീനയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒക്കെയും വീട്ടിലുണ്ടായിരുന്നു. ആയതുകൊണ്ട് അവിടെ ഒരു മത തീവ്രവാദമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയായിരുന്നു. ഇദ്ദേഹം മതം മാറിയ കാര്യം വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആരും അതിലിടപെട്ടില്ല. കാരണം ഒരു കലാകാരന്മാരുടെ കുടുംബമായിരുന്നു. ആർ കെ ശേഖർ കലാകാരനാണ്. ആ കുടുംബം കലാകാരന്മാരുടെ കുടുംബമാണ്. ആയതുകൊണ്ട് തന്നെ അവർ ആധ്യാത്മിക രംഗത്തുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അവർക്ക് അവരുടേതായിട്ടൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം AR റഹ്മാൻ ദിലീപ് എന്തിന് മതം മാറി, ആര് മതം മാറ്റി, എന്താണ് അതിൻ്റെ പുറകിൽ ഉള്ളുകളികൾ ഇതൊന്നും ചെയ്യാൻ ആരും നിന്നില്ല. പേര് മാറ്റി, ദിലീപ് എന്നുള്ള പേര് മാറ്റിയിട്ട് AR എന്ന ഒപ്പം ചേർത്തത് അമ്മയുടെ ആഗ്രഹ പ്രകാരമാണ്. അള്ളാരഖ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയത് AR. ദിലീപ് എന്നുള്ള പേര് വളരെ പോപ്പുലറായിട്ടുള്ള പേരാണ്, ഒരുപാട് പേർക്കുള്ള പേരാണ്. അതുകൊണ്ട് ദിലീപ് എന്നുള്ള പേര് തനിക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. മതം മാറുന്നതിന് മുൻപ് ഒരു ഹിന്ദു ജ്യോത്സ്യനാണ് തനിക്ക് ഈ പേര് നിർദ്ദേശിച്ചത്, റഹ്മാൻ എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. സഹോദരിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജ്യോത്സ്യനെ കാണാൻ പോയതാണ്. അന്ന് തൻ്റെ ഇംഗീതം അദ്ദേഹത്തെ ബോധിപ്പിച്ചു.
തനിക്ക് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അബ്ദുൾ റഹ്മാൻ, അബ്ദുൾ റഹീം എന്നീ പേരുകളൊക്കെ ജോത്സ്യൻ നിർദ്ദേശിച്ചു. പക്ഷെ എനിക്ക് കേട്ട പാതി എനിക്ക് ഇഷ്ടപ്പെട്ട പേര് റഹ്മാൻ എന്നുള്ള പേരായിരുന്നു. അമ്മ അള്ളാരഖ എന്നുള്ള പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്തപ്പോൾ AR റഹ്മാനായി മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, സൈറ ബാനു എന്നൊരു പെൺകുട്ടിയാണ് റഹ്മാൻ വിവാഹം കഴിച്ചത്. ഖദീജ, അമീൻ, റഹീമ എന്നീ 3 മക്കളും ഇവർക്കുണ്ടായി. അതിന് ഖദീജ നമുക്കെല്ലാവർക്കും അറിയാം, അവർ ഇദ്ദേഹത്തിൻ്റെ തന്നെ പാത പിന്തുടരുകയാണ്. കടുത്ത വിശ്വാസിയാണ് അവർ ബുർഖ ധരിച്ച് മാത്രമാണ് അവർ പുറത്തേക്ക് വരിക. സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും അത് ബുർഖ ധരിച്ചിട്ടാണ് അവർ വരാറുള്ളത്. ഇസ്ലാം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡ്രസ് കോഡ് അടക്കം അവരനുവർത്തിക്കുന്നുണ്ട്, അനുസന്ധാനം ചെയ്യുന്നുണ്ട്. മുമ്പൊരിക്കൽ സമയത്ത് ഇങ്ങനെ ബുർഖ ധരിച്ച് വന്ന സമയത്ത് റഹ്മാൻ വലിയ സംഗീതജ്ഞനായിട്ട് എന്താ കാര്യം, മനസ്സ് ചുരുങ്ങിയ മനസ്സാണ്. അതുകൊണ്ട് മകളെ ബുർഖ ധരിക്കാൻ നിർബന്ധിച്ചു, നിയന്ത്രിക്കുന്നു, മക്കളെ നിയന്ത്രിക്കുന്നു, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നു എന്നൊക്കെയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേലെ കുറേ കല്ലേറ് നടത്തുന്നുണ്ടായി ആൾക്കാർ. അത് പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് മാറിയില്ല. ബംഗ്ലാദേശിലെ എഴുത്തുകാരിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് അവരെ പുറന്തള്ളി. മര്യാദ എന്ന മറ്റൊരു നോവലിൻ്റെ പേരിലാണ് മറ്റോ, പഴയ കാലം എനിക്ക് ഓർമ്മിക്കുന്നില്ല. തസ്ലീമ നസ്രീൻ അവരാണ് റഹ്മാനെതിരെ ആദ്യ രംഗത്ത് വന്നത്. റഹ്മാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ ബുർഖ ധരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഖദീജയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് ധരിക്കട്ടെ, അവളുടെ ഇഷ്ടം അതല്ലെങ്കിൽ ധരിക്കാതിരിക്കട്ടെ, അതിന് ഞാൻ ഇടപെടുന്നില്ല എന്ന് റഹ്മാൻ അത് വ്യക്തമാക്കുകയും ചെയ്തു. അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ച് റഹ്മാൻ്റെ ഭാര്യ ബുർഖ ധരിക്കുന്നില്ല, റഹ്മാൻ്റെ മറ്റു മക്കൾ ബുർഖ ധരിക്കുന്നില്ല. ഈ കഴിഞ്ഞ വർഷമാണ് ഈ ഖദീജ വിവാഹിതയായിട്ട് ഒരു ബുർഖ ധരിക്കുന്ന കുട്ടി. ഓഡിയോ എഞ്ചിനീയർ ആയിട്ടുള്ള റിയാസുദ്ദീൻ ഷെയ്ഖിനെയാണ് ഖദീജ വിവാഹം ചെയ്തത്. ഈ അടുത്തയിടെ അവർ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഖദീജ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജനശ്രദ്ധ നേടിയതാണ്. കുടുംബത്തിൽപ്പെട്ട സഹോദരൻ, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അച്ഛനുണ്ട്, വാപ്പയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ജീവിക്കണമെന്ന് ഒരു രീതിയിലും അവർ നിർബന്ധിച്ചിട്ടില്ല, നിയന്ത്രിച്ചിട്ടുമില്ല. പിതാവിനെ പോലെ തന്നെ സംഗീത രംഗത്താണ് ഖദീജ തൻ്റെ ലാവണം കണ്ടെത്തിയത്. അവർ പേരെടുത്തിട്ടുണ്ട്. ഈ അടുത്തിടെ ഖദീജയുടെ കുറേ മ്യൂസിക്കിൻ്റെ വീഡിയോസ് ഇറങ്ങിയിരുന്നു. അത് നല്ല രീതിയിൽ പേരെടുത്തതാണ്. നമസ്കാരം.